ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്ഷര കൈരളിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തുല്യതാ പ്ലസ് ടുവിൻ്റെ ചരിത്രം ചോദ്യപേപ്പറാണ്. ലെറ്റ്സ് ബിഗിൻ. 1 മുതൽ 6 വരെയുള്ളവയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, വലിയ കുളം കണ്ടെത്തിയ ഹാരപ്പൻ നഗരം ഏത്? ആൻസർ മോഹൻജൊദാരോ. മോഹൻജൊദാരോ ആണ് വലിയ കുളം കണ്ടെത്തിയ ഹാരപ്പൻ നഗരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ധോളാവീര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഗുജറാത്ത്. ഗുജറാത്താണ് ധോളാവീര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മൂന്നാമത്തെ ചോദ്യം, നഗലാപുരം എന്ന പട്ടണം സ്ഥാപിച്ചതാര്? ആൻസർ കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരാണ് നഗലാപുരം എന്ന പട്ടണം സ്ഥാപിച്ചത്. നാലാമത്തെ ചോദ്യം, സഫാവിദുക്കൾ ഭരിച്ചിരുന്ന രാജ്യം ഏത്? ആൻസർ ഇറാൻ. ഇറാനാണ് സഫാവിദുക്കൾ ഭരിച്ചിരുന്ന രാജ്യം. അഞ്ചാമത്തെ ചോദ്യം, കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകന്റെ പേരെഴുതുക. ആൻസർ ബസവണ്ണ. ബസവണ്ണയാണ് കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ആറാമത്തെ ചോദ്യം, പത്മാവത് എഴുതിയത് ആര്? മാലിക് മുഹമ്മദ് ജായ്സി. അടുത്ത ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എ കോളത്തിൽ വായിക്കാം: കുൻവർ സിംഗ്, റാണി ലക്ഷ്മിബായ്, നാനാ സാഹിബ്, ബഹദൂർ ഷാ സഫർ. ബി കോളം ഡൽഹി, ആറ, ഝാൻസി, കാൺപൂർ. ആൻസർ നോക്കാം: കുൻവർ സിംഗ് ആറ, റാണി ലക്ഷ്മിബായ് ഝാൻസി, നാനാ സാഹിബ് കാൺപൂർ, ബഹദൂർ ഷാ സഫർ ഡൽഹി. എട്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചമ്പാരൻ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ, ഉപ്പ് സത്യാഗ്രഹം. ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം 1917, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ 1942. ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കഥ പറയാം. ഈ വർഷങ്ങളെല്ലാം തുടങ്ങുന്നത് 19ലാണ്. അത് ആരും മറക്കില്ല എന്ന് കരുതുന്നു. ചമ്പാരനും ജാലിയനും ചേട്ടനും അനിയനുമാണ്. ചമ്പാരന് 17 വയസ്സും ജാലിയന് 19 വയസ്സും. ഒരു ദിവസം അമ്മ 30 രൂപ കൊടുത്തിട്ട് ഉപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ കടയിലേക്ക് പറഞ്ഞു വിടുന്നു. പക്ഷേ ഇവർ ചെയ്തതോ? ഉപ്പ് വാങ്ങിക്കാതെ ആ പൈസയ്ക്ക് ഐസ്ക്രീം വാങ്ങിക്കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലെത്തിയ അവരോട് ഉപ്പ് കിട്ടാത്ത കാരണം അമ്മ ദേഷ്യപ്പെടുന്നു. 42-കാരിയായ അമ്മ അവരോട് പറയുന്നു, നിങ്ങൾ ഈ രാജ്യം വിട്ട് വേഗം പോകണം, അതായത് ക്വിറ്റ് ഇന്ത്യ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ഓർത്തിരുന്നാൽ 4 മാർക്ക് ഈസിയായി കിട്ടും. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ ചുവടെ പറയുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. ഹാരപ്പ, മോഹൻജോദാരോ, കാലിബംഗൻ, ധോളാവീര. 10 മുതൽ 18 വരെയുള്ളവയിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം. 10ാമത്തെ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങൾ ഏവ? 11 2 മഹാജനപദങ്ങളുടെ പേരെഴുതുക. 12ാമത്തെ ചോദ്യം, സിയാറത്ത് ഖവാലി ഇവ എന്തെന്ന് വ്യക്തമാക്കുക. 13ാമത്തെ ചോദ്യം, മീരാബായിയെ കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. 14ാമത്തെ ചോദ്യം, മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങളുടെ പേരെഴുതുക. 15ാമത്തെ ചോദ്യം, ജമ, ഹസിൽ എന്നിവ എന്താണ്? 16ാമത്തെ ചോദ്യം, ജോട്ടേദാർമാർ ആരായിരുന്നു? 17ാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 അഭ്യൂഹങ്ങൾ എഴുതുക. 18ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. 19 മുതൽ 21 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം. 19ാമത്തെ ചോദ്യം, ജൈനമതത്തെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. 20ാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. 21ാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനം സ്ത്രീകളെ എപ്രകാരമാണ് ബാധിച്ചത്? 22 മുതൽ 26 വരെയുള്ളവയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം.
22ാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക. 23ാമത്തെ ചോദ്യം വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുക. 24ാമത്തെ ചോദ്യം വിജയനഗരത്തിലെ അമരനായകന്മാരെക്കുറിച്ച് വിവരിക്കുക. 25ാമത്തെ ചോദ്യം ഏതെങ്കിലും 4 തിണകളുടെ പേരെഴുതുക. 26ാമത്തെ ചോദ്യം പഴശ്ശി സമരത്തെക്കുറിച്ച് വിവരിക്കുക. 27 മുതൽ 29 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 സ്കോർ വീതം. 27ാമത്തെ ചോദ്യം ബുദ്ധമത തത്വങ്ങൾ ചുരുക്കി വിവരിക്കുക. 28ാമത്തെ ചോദ്യം ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏവ. 29ാമത്തെ ചോദ്യം 16 മഹാജനപദങ്ങളിൽ മഗധ എന്തുകൊണ്ടാണ് ശക്തമായി തീർന്നത്. 30 മുതൽ 32 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 സ്കോർ വീതം. 30ാമത്തെ ചോദ്യം മോഹൻജോദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ച് വിവരിക്കുക. 31ാമത്തെ ചോദ്യം അൽ ബറൂനിയുടെ രചനകളിൽ ഇന്ത്യയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് എപ്രകാരമാണ്. സൂചനകൾ ആദ്യകാല ജീവിതം, കിതാബുൽ ഹിന്ദ്, നേരിട്ട തടസ്സങ്ങൾ, ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ച് വിവരിക്കുക. സൂചനകൾ നിസ്സഹരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇത്രയുമാണ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പുസ്തകം നോക്കി എസ്സേ പോലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്